നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണികൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചാൽ തീർച്ചയായും ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകൾ അതിസങ്കീർണമായ സുരക്ഷാ ഭീഷണികൾ നമ്മൾ നേരിടുകയാണ് എന്നതിൻ്റെ സൂചനയാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വാർത്ത, അതായത് പാകിസ്ഥാനിലെ ഒരു വ്യക്തി, ഒരു ഭീകര സംഘടന ഇന്ത്യയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനായി രൂപീകരിച്ച് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കാരായ ചിലരെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരാക്രമണങ്ങളും മറ്റും നടത്താൻ പദ്ധതിയിടുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്ന് രണ്ട് ഭീകരാക്രമണങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും രസകരമായ കാര്യം. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശ് പോലീസിലെ 2 ഉദ്യോഗസ്ഥർ വെറുതെ പെട്രോളിങ്ങിനായി നടന്നു പോകുമ്പോൾ 3 ചെറുപ്പക്കാർ ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു, ഇവരെ വെടിവെക്കുന്നു. എന്നാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് നാടൻ തോക്കായിരുന്നു. വെടിവെച്ച സമയത്ത് തോക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല, ആ പിസ്റ്റൾ ജാമാകുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ യുവാക്കളെ പിടിക്കാനായി പോകുന്നു. പക്ഷെ അവിടെ നിന്നും ഈ യുവാക്കൾ കടന്നു കളയുന്നു. 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാളുടെ കയ്യിൽ തോക്കാണ്, മറ്റൊരാളുടെ കയ്യിൽ ഫോണുണ്ട്. ആ ഫോൺ ഉപയോഗിച്ച് ഈ കൊല്ലുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുകയാണ്. പോലീസുകാർ അമ്പരന്നു. എന്തിനാണ് ഇവന്മാർ നമ്മളെ കൊല്ലാൻ വന്നത്? കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്തിനാണ് അവർ ഷൂട്ട് ചെയ്തത്? പോലീസുകാർ ആകെ അമ്പലാപ്പിലായി. ഈ പറയുന്ന യുവാക്കളെ കുറിച്ചുള്ള അന്വേഷണമായി പിന്നീട് യുവാക്കളെ പിടികിട്ടിയതിന് ശേഷം അവർ ചോദ്യം ചെയ്യുന്നു. ഉത്തർപ്രദേശ് ചോദ്യം ചെയ്തതിന് ശേഷം ഈ 3 യുവാക്കളെയും ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന് കൈമാറുകയാണ് പിന്നീട് ചെയ്തത്. ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത 3 യുവാക്കളെ എന്തിനാണ് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന് കൈമാറിയത് എന്ന് ചോദിച്ചാൽ അതിന് തക്കതായ കാരണമുണ്ട്. മറ്റൊന്നുമല്ല, ഈ 3 യുവാക്കളെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇവർ ഈ ഉത്തർപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിച്ചത്? പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഷെഹ്സാദ് ഭാട്ടിയ എന്ന് പറഞ്ഞ ഒരു ഭീകരൻ തങ്ങൾക്ക് നൽകിയ നിർദ്ദേശമായിരുന്നു അത് എന്നാണ് ഈ യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊല്ലുക, ഈ വെടിവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ടെലിഫോണിൽ പകർത്തുക, ആ ദൃശ്യങ്ങൾ തിരികെ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്താൽ വലിയ തുകയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത്. മോഹന വാഗ്ദാനമാണ് നൽകിയിരുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഈ യുവാക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ യുവാക്കൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാനായി വരുന്നത്. ആ ദൗത്യം പരാജയപ്പെടുന്നതോടുകൂടി പോലീസിന്റെ പിടിയിലാകുന്നത്. ഒടുവിലെല്ലാം കഥയെല്ലാം ചുരുളഴിഞ്ഞു. ഈ ഒരു നിസാര സംഭവത്തിന്റെ പിന്നിൽ പാകിസ്ഥാനിലെ ഒരു ഭീകരനായിരുന്നുവെന്നും ആ ഭീകരന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഉണ്ട് എന്നൊക്കെ പിന്നീട് ഉത്തർപ്രദേശ് പോലീസിന് ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും വിവരം ലഭിക്കുന്നു. സമാനമായ ഒരു കേസ്, ഇതേ സാഹചര്യത്തിലുള്ള ഒരു കേസ് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ യുവാക്കളെ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന് കൈമാറിയത്. അതായത് ദില്ലി പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസ് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് തൊട്ട് തലേന്നാൾ മുതൽ ദില്ലിയിലെ പ്രസക്തമായ പല ഭാഗങ്ങളിലും ചില രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സ്പ്രേ പെയിന്റുകൾ ഉപയോഗിച്ച് രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ വിദേശ സംഘടനകളാണ് എന്നതിൻ്റെ സൂചന നമ്മുടെ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സൊഹൈൽ എന്ന് പറയുന്ന ഒരു യുവാവ് ദില്ലിയിൽ പിടിയിലാകുന്നു. ഈ സൊഹൈലിനെ ചോദ്യം ചെയ്തപ്പോഴും അയാൾ നേരത്തെ ആ 3 യുവാക്കൾ പറഞ്ഞ അതേ പേര് തന്നെയാണ് പറഞ്ഞത്, ഷെഹ്സാദ് ഭാട്ടിയ. ഷെഹ്സാദ് ഭാട്ടിയ ഒരു മാഫിയ തലവനാണ്. ദാവൂദ് ഇബ്രാഹിമിനെ പോലെയൊക്കെയുള്ള ഒരു മാഫിയ തലവനാണ്. അയാൾ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാളെ ഇപ്പോൾ പാകിസ്ഥാൻ ISI ഫലപ്രദമായി ഉപയോഗിക്കുന്നു. അയാളെ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ഓപ്പറേഷനാണ് ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതി വച്ചത്. അതിനുവേണ്ടി ഇയാൾ സൊഹൈലിനെയാണ് ഏൽപ്പിച്ചത്. സൊഹൈലുമായി ഇയാൾ ബന്ധപ്പെടുന്നു. അതിനുശേഷം സൊഹൈലിന് വൻ തുക വാഗ്ദാനം ചെയ്യുന്നു. ഇതിനുവേണ്ടി വൻ തുക സൊഹൈലിന് ഈ പറയുന്ന ഷെഹ്സാദ് ഭാട്ടിയയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുമുണ്ട്. ഈ തുക കിട്ടിയതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നത്. പക്ഷേ ഇയാളുടെ ഒരു ദൗർഭാഗ്യത്തിന് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നു. പിടിയിലായ ഉടൻ തന്നെ ഇയാൾ ചോദ്യം ചെയ്യലിൽ തത്ത പറയും പോലെ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ തന്നെ ദില്ലി പോലീസിന് ഈ ഷെഹ്സാദ് ഭാട്ടിയെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുന്നു. ഈ പറയുന്ന ചുവരെഴുത്തുകളിലെല്ലാം TTH എന്ന് പറയുന്ന തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന പേരാണ് എഴുതി വച്ചിരുന്നത്, എന്ന സംഘടനയുടെ പേരാണ് എഴുതി വച്ചിരുന്നത്. തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയുടെ താഴെ യെസ് എന്ന് എല്ലാ ചുവരെഴുത്തുകളിലും എഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഷെഹ്സാദ് ഭാട്ടിയാണ് ഇതിൻ്റെ പിന്നിലെന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ യെസ് എന്ന് എഴുതിയതിലൂടെ നൽകിയത്.
തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അതായത് പാകിസ്ഥാൻ താലിബാൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ഒക്കെ ഒരു കൺസോർഷ്യമാണ് ഈ പറയുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. ഇവർ ഇസ്ലാമാബാദിനെതിരെ സമരം ചെയ്യുന്നവരാണ്. അതായത് പാകിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ സമരം ചെയ്യുന്നത്. കൂടുതൽ ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ വാഴുന്ന ഒരു രാജ്യമായി പാകിസ്ഥാനെ മാറ്റിയെടുക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. പാകിസ്ഥാന്റെ ഒട്ടേറെ ഭാഗങ്ങൾ ഇവർ ഇതിനോടകം തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോഴും പാകിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ആ പ്രവിശ്യ മുഴുവൻ അവർക്ക് കിട്ടണമെന്നാണ് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ക്രമേണ അവർ ഇസ്ലാമാബാദിനെ ആക്രമിച്ച് കീഴടക്കുമെന്നും പറയുന്നു. ഇങ്ങനെ ഈ ഒരു തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന പാക് ഭരണകൂടത്തിനും പാകിസ്ഥാൻ സൈന്യത്തിനും തലവേദനയായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അഫ്ഗാനിസ്ഥാനാണ് ഇങ്ങനെ ഒരു ഭീകര സംഘടനയെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇടയ്ക്കിടെ ഇന്ത്യയുടെ പേരും അവർ പറയാറുണ്ട്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും ഇതിനു പിന്നിൽ തങ്ങളാണ് എന്ന ആരോപണം ശക്തമായി തന്നെ നിഷേധിച്ചിട്ടുണ്ട്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ബദലായി കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ താലിബാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ഭീകര സംഘടനയാണ് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ. അങ്ങനെ പാകിസ്ഥാനെതിരായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയുടെ മറ്റൊരു രൂപമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഭീകര സംഘടന എന്ന രീതിയിലാണ് ഈ ഷെഹ്സാദ് ഭാട്ടിയ ഇതിനെ കൊണ്ടുവന്നത്. ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പൂർണ്ണമായ പിന്തുണയും ഫണ്ടിങ്ങുമുണ്ട്. ഇതുപയോഗിച്ചാണ് വൻ തുക കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ചില ആളുകളെ, മത തീവ്രവാദം കുത്തിവെച്ച ചില ആളുകളെ വാടകയ്ക്കെടുക്കുകയും അവർക്ക് വൻ തുക ഓഫർ ചെയ്യുകയും ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നൊക്കെ വിശ്വസിപ്പിക്കുകയും അവരെ കൊണ്ട് ഭീകരാക്രമണങ്ങൾ നടത്തിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ തെഹ്രീക്ക് താലിബാൻ ഹിന്ദുസ്ഥാൻ എന്ന സംഘടനയുടെ പേരും അതിന് താഴെ എസ് എന്ന് പറയുന്ന ചിഹ്നവുമെല്ലാം ദില്ലി ഒട്ടാകെ എഴുതി വെച്ചത് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച്. അത് ഈ സുഹൈലിനെ പൊക്കിയതോടുകൂടി ദില്ലി പോലീസിന് കൃത്യമായി കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഇതാ 3 യുവാക്കൾ പിടിയിലാകുന്നതോടുകൂടി അവിടെയും ഇതിന്റെ ഷെഹ്സാദ് ഭാട്ടിയുടെ കരങ്ങളാണ് എന്ന് വ്യക്തമായി ദില്ലി പോലീസിന് പിടികിട്ടുന്നു. ഷെഹ്സാദ് ഭാട്ടിയ ഇനിയിപ്പോൾ ദില്ലി പോലീസിന്റെയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും NIA-യുടെയും ഒക്കെ നോട്ടപ്പുള്ളിയായി മാറുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ലഷ്കർ ഇ ത്വയ്ബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരന്മാരെ അജ്ഞാതർ വകവരുത്തിയ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇവരെല്ലാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുകയും ഇപ്പോഴും നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ അജ്ഞാതരുടെ ആക്രമണത്തിന് ഇരയായത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഷെഹ്സാദ് ഭാട്ടിയ ആയിരിക്കും അജ്ഞാതരുടെ അടുത്ത ലക്ഷ്യം എന്ന് വേണം കരുതാൻ. ഷെഹ്സാദ് ഭാട്ടിയ ISIയുടെ പൂർണ്ണ സുരക്ഷിതത്തോടുകൂടി ദാവൂദ് ഇബ്രാഹിമിനെ എങ്ങനെയാണോ ഇപ്പോൾ പാകിസ്ഥാൻ സൂക്ഷിച്ച് കരുതി വച്ചിരിക്കുന്നത് അതുപോലെയാണ് സുരക്ഷ നൽകി പാകിസ്ഥാനിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കാരണം ദാവൂദ് ഇബ്രാഹിമിന്റെ പല്ല് കൊഴിയാൻ അധിക നാളില്ല. അതുകൊണ്ട് തന്നെ ദാവൂദ് ഇബ്രാഹിമിന് പകരം മറ്റൊരു ദാവൂദ് ഇബ്രാഹിമിനെ ഷെഹ്സാദ് ഭാട്ടിയ എന്ന പേരിൽ പാകിസ്ഥാനിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുകയാണോ പദ്ധതി എന്ന് സംശയമുണ്ട്. എന്തായാലും ഷെഹ്സാദ് ഭാട്ടിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ ഏജൻസികൾ. ഇനി എന്താണ് ഷെഹ്സാദ് ഭാട്ടിയയ്ക്കുള്ള മരുന്ന് എന്ന് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഏജൻസികളും കുറിക്കുമായിരിക്കും.